ജനനീ ജന്മസൗഖ്യാനാം വർദ്ധിനി കുലസമ്പദാ പദവി പൂർവ്വപുണ്യാനാം ലിഖിതേ ജന്മപത്രിക. ഒരുപാട് പേര് ജാതകം എഴുതാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ജാതകം എഴുതി കൊടുക്കാറുണ്ട്. കൈയെഴുത്താണ് പതിവ്. കമ്പ്യൂട്ടർ ജാതകമുണ്ട്. എന്നാൽ പോലും കൂടുതൽ ആൾക്കാർക്കും വിശ്വാസം ഒരു ഗുരുത്വമുള്ളൊരു വ്യക്തി, ഈശ്വരാനുഗ്രഹമുള്ളൊരു വ്യക്തി എഴുതി കൊടുക്കുന്നതിലാണ് പലർക്കും വിശ്വാസം. നമ്മൾ ജോലിയായിട്ടോ വിവാഹമായിട്ടോ ബന്ധപ്പെട്ടുള്ള സമയത്ത് ഓടി വന്നെടുത്ത് എഴുതി സൂക്ഷിക്കേണ്ട ഒന്നല്ല ജാതകം. ജാതകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴികാട്ടിയായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഒരു കുഞ്ഞ് ജനിച്ച് 12 വയസ്സ് കഴിഞ്ഞാൽ ജാതകം എഴുതാവുന്നതാണ്. ജാതകം എഴുതി സൂക്ഷിച്ചാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വരുന്ന ഗ്രഹദോഷകാലങ്ങളെയും പരിഹാരങ്ങളെയും മുൻകൂട്ടി മനസ്സിലാക്കാനും നമ്മുടെ സമയം, ഭാഗ്യദോഷം, ഗുണാനുഭവം തുടങ്ങിയ കാലങ്ങളെ വ്യക്തമായി അറിയാനും ജാതകം ഉപകരിക്കും. ദശാ പരിഹാരങ്ങളും ദോഷങ്ങളും ഒരു ജ്യോതിഷൻ്റെ സഹായമില്ലാതെ തന്നെ ലളിതമായി ജാതകത്തിൽ എഴുതി നൽകിയാൽ ജനനീ ജന്മസൗഖ്യാനാം വർദ്ധിനി കുലസമ്പദാ പദവി പൂർവ്വപുണ്യാനാം ലിഖിതേ ജന്മപത്രിക. ഒരുപാട് പേര് ജാതകം എഴുതാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ജാതകം എഴുതി കൊടുക്കാറുണ്ട്. കൈയെഴുത്താണ് പതിവ്. കമ്പ്യൂട്ടർ ജാതകമുണ്ട്. എന്നാൽ പോലും കൂടുതൽ ആൾക്കാർക്കും വിശ്വാസം ഒരു ഗുരുത്വമുള്ളൊരു വ്യക്തി, ഈശ്വരാനുഗ്രഹമുള്ളൊരു വ്യക്തി എഴുതി കൊടുക്കുന്നതിലാണ് പലർക്കും വിശ്വാസം. നമ്മൾ ജോലിയായിട്ടോ വിവാഹമായിട്ടോ ബന്ധപ്പെട്ടുള്ള സമയത്ത് ഓടി വന്നെടുത്ത് എഴുതി സൂക്ഷിക്കേണ്ട ഒന്നല്ല ജാതകം. ജാതകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴികാട്ടിയായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഒരു കുഞ്ഞ് ജനിച്ച് 12 വയസ്സ് കഴിഞ്ഞാൽ ജാതകം എഴുതാവുന്നതാണ്. ജാതകം എഴുതി സൂക്ഷിച്ചാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വരുന്ന ഗ്രഹദോഷകാലങ്ങളെയും പരിഹാരങ്ങളെയും മുൻകൂട്ടി മനസ്സിലാക്കാനും നമ്മുടെ സമയം, ഭാഗ്യദോഷം, ഗുണാനുഭവം തുടങ്ങിയ കാലങ്ങളെ വ്യക്തമായി അറിയാനും ജാതകം ഉപകരിക്കും. ദശാ പരിഹാരങ്ങളും ദോഷങ്ങളും ഒരു ജ്യോതിഷൻ്റെ സഹായമില്ലാതെ തന്നെ ലളിതമായി ജാതകത്തിൽ എഴുതി നൽകിയാൽ